ഹലോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ചപ്പാത്തിക്ക് പൊറോട്ടയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റൈറ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ക്ലീൻ ബൗൾ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് 2 ടീസ്പൂണ് സോയാ സോസ്, 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി എടുക്കുക. അതും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കാൻ ശേഷം അതിനുശേഷം നമ്മളിവിടെ മഷ്റൂം കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബട്ടൺ മഷ്റൂമാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സവോള, 2 സൈസ് ക്യാപ്സിക്കം, ഇതും കൂടെ ഞാനിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. മുമ്പേ ഉണ്ടാക്കി വെച്ച സോസ്, പിന്നെ ഞാനിവിടെ ഒരു ബട്ടറും ഗാർലിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു, അതിലോട്ട് കുറച്ച് ബട്ടറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മളവിടെ ആദ്യമേ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടൺ മഷ്റൂം എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഇച്ചിരി അധികം എടുക്കണേ. അതും കൂടി ഇട്ട് നന്നായിട്ടൊരു മണം വരും കേട്ടോ. ആ സമയം നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ക്യാപ്സിക്കം, ഉപ്പ് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് ഈ സമയം നമുക്ക് വേണ്ടവരൊന്നും നോക്കണേ, നോക്കിയിട്ട് വീണ്ടും കൂടി ഇടണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി, ഒത്തിരി അങ്ങോട്ട് ഇതായി പോകണ്ട. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കുരുമുളകിൻ്റെ പച്ച സ്മെല്ലൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക. അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ ഒരു ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോസ് അതും കൂടെ ഇട്ട് കൊടുക്കുക. സോസ് ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, പിന്നീട് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും കുറച്ചും കൂടെ ഒഴിക്കുക. ഒറ്റയടിക്ക് തന്നെ ഒഴിക്കാതിരിക്കുക. അപ്പോൾ ഒഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ആവശ്യമുള്ള മല്ലിയിലയും കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും ചപ്പാത്തി കൂടിയും ദോശയുടെ കൂടിയൊക്കെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റും ആയിരിക്കും. നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു 15 മിനിറ്റ് കൂടുതൽ വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീട്ടിലെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. മഷ്റൂം ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഒരു തവണ ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കിക്കേ, സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയതാണ്. എൻ്റെ അമ്മ പൊളി ടേസ്റ്റ്. ഞാൻ ഇതുവരെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ ആദ്യമാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് തന്നെ ഇത് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേറെ ഒരു കറിയും വേണ്ട, കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കുഴച്ച് കഴിച്ചോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബട്ടൺ മഷ്റൂം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ അരിയാതെ വലുതായിട്ട് തന്നെ ഇട്ട് ചെയ്തോളൂ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ 200 ഗ്രാം മേടിച്ചെന്ന് സാമ്പിൾ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്നവർ, സബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ഇതുപോലുള്ള വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ വന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.